ഹലോ, അപ്പോൾ ഇത് എടപ്പള്ളി പള്ളി പെരുന്നാളിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വ്ളോഗ് ആട്ടോ. അപ്പോൾ ഞാൻ സാധാരണ സാറ്റർഡേ സൺഡേ ആ ദിവസങ്ങളിൽ പോകാറില്ല, ഭയങ്കര തിരക്കാവെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ സൺഡേ പോയതാട്ടോ, പെരുന്നാളിൻ്റെ കറക്റ്റ് ദിവസം പോയതാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടില്ലേ ഷൈനി, നിങ്ങൾക്കറിയാം മുമ്പത്തെ വീഡിയോസിലെ കണ്ടിട്ട്, ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കപ്പളയിൽ പ്രാർത്ഥിച്ചതേ, അതെ, അവരുടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമൽ ചേട്ടൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ആ കാണുന്നതിൻ്റെ ഒരു പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പെരുന്നാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലും കൂടുതൽ ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്തു. ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ കാലെടുത്ത് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം. എനിക്കറിയില്ല, തിരക്ക്. ഞാൻ അതുകൊണ്ടാണ് എല്ലാ കൊല്ലം പോകാണ്ടിരുന്നത്. പിന്നെ കുറേ പ്രദക്ഷിണമൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ കുടയൊക്കെ പിടിച്ചിട്ട്, സാധാരണ അങ്ങനെ അത്രയധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല കുട പിടിച്ച് പോണത്. അത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂർക്കാർക്ക് പെരുന്നാൾ കുറേ കണ്ടിട്ടുള്ള, ഊർദുപള്ളി പുത്തമ്പള്ളി പെരുന്നാൾ കണ്ടവർക്ക് ഇത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ പ്രദക്ഷിണം നല്ല അടിപൊളിയായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പുണ്യാളുടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു. നേരിട്ട് നിന്ന് അടുത്തുനിന്ന് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര കൊല്ലം ഇവിടെ താമസിച്ചിട്ടും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അതെനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ട കുറേ കുടകളും കുരിശും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർ പൂരം ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ, കുടകളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു. ചെറിയ പള്ളിയിലാണ് പോയത്, വലിയ പള്ളിയിൽ പോയില്ല കേട്ടോ. എനിക്കിപ്പോഴും വലിയ പള്ളി പണിതെങ്കിലും ചെറിയ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാണ് ഇഷ്ടം. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. മറ്റോടത്ത് എനിക്ക് ഭയങ്കര വലിയ പള്ളിയെ കാണാനും ഇതൊക്കെ, പക്ഷേ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട്, പിന്നെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അത് അത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. അതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ സ്റ്റോളുകളിൽ പോയി ജ്യൂസൊക്കെ കുടിച്ച്. ഭയങ്കര ചൂടായിരുന്നു, അന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക ചൂടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഭയങ്കര മഴ ഉണ്ടായിരുന്നു, പുലർച്ചെ. ആ മഴ പെയ്യാനുള്ള ചൂടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വാങ്ങി കഴിച്ചു. അതവിടെ ചെന്നിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും കൂടിയപ്പോൾ നല്ല സന്തോഷമായി. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.